ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ വീടുകളിൽ വെക്കുമ്പോൾ അധികം കിണറിൻ്റെ റിങ്ങൊക്കെ വെച്ചിട്ട് ഒരുപാട് റിങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇത് വരുന്നത് 6 അടി വരുന്ന 6 ഫീറ്റ് വരുന്ന റിങ്ങാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വരുന്ന 6 അടിയാണ് റൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റിംഗ് ചെയ്യണമല്ലോ. അപ്പം എന്നാലും നമുക്ക് ഇവിടെ ഇരുന്നിട്ടൊരു ഇത് കിട്ടുക, നമുക്ക് ഇരിക്കാനൊക്കെ ചാരി ഇരിക്കാനൊക്കെ സിമ്പിളായിരിക്കും. ഇവിടുന്ന് കാല് നീട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് ചാരി ഇരിക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വീതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കെട്ടിക്കണം. ഇതിപ്പോൾ കെട്ടിക്കുന്ന കല്ലിൻ്റെ കാണുന്ന പറയുന്നത് ഏകദേശം ഒരു 8 ഇഞ്ചോളം കെട്ടി പുറത്ത് കിട്ടുന്നുണ്ട്. 8 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കഴിഞ്ഞ പറഞ്ഞ് പിന്നെ നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ കെട്ടാം. ഇതിവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ടോ ഈ റിങ് ഇവിടെ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ വരുന്നുണ്ട്. അത് ഡിസൈൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ റൗണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ റൗണ്ടിൽ തന്നെ നമുക്ക് ജനൽ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അതേപോലെ ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല. തുറക്കണമെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ 2 രീതിയിൽ തുറക്കാം. 2 പോളിയായിട്ട് തുറക്കാൻ പറ്റും. ഇത് നമുക്ക് ഫിക്സഡ് ഗ്ലാസ് ആയിരിക്കും. ഈ ഭാഗം മാത്രം നമുക്ക് ഫിക്സഡ് ഗ്ലാസ് ആയിട്ട് വെക്കാം. ഇവിടെ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുറക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് വിജാഗിരി വെച്ചിട്ടുണ്ട്, ഇവിടെ വിജാഗിരി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്ററിലോ പിന്നെ വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഈ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടും ആ റൗണ്ടും നമുക്ക് തുറക്കുന്ന രീതിയിലാക്കിയിട്ട് സെൻറ്റർ ഭാഗം ഫിക്സഡ് ആക്കിയിട്ട് വെക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ റൗണ്ട് കണ്ടോ, അത് ഈ ഭാഗത്ത് നമുക്ക് 2 ഭാഗം തുറന്നിട്ടും സെൻറ്ററിൽ ഫിക്സഡ് ആക്കാം കേട്ടോ. ഇവിടെ മാത്രം തുറക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ബെഡ്റൂമിലൊക്കെ ഈ 2 ജനൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് ഷോയ്ക്ക് വേണ്ടി വെക്കുന്ന ഒരു ജനലും അതേപോലെ നമുക്കിത് യൂസ് ചെയ്യാനും കൂടെ എളുപ്പത്തിലാണ്. നമുക്ക് എന്തെങ്കിലും പഠിക്കാനോ ഒക്കെ പെട്ടെന്ന് ഇരുന്നിട്ടൊക്കെ പഠിക്കാനോ മൊബൈലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 6 അടിയാണ്. പിന്നെ ഇതിൻ്റെ വെച്ചിരിക്കുന്നത് ഒരു കല്ലിൻ്റെ മുകളിലാണ് ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് 10 ഇഞ്ചാണ് അടിഭാഗത്തേക്ക്. നമുക്ക് 10 ഇഞ്ച് മാക്സിമം ഒരു അടി വരെയൊക്കെ പോകും. അടിഭാഗത്തേക്ക് ഒരു 13 ഇഞ്ച് വരെയൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇരിക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് ഒരു കല്ല് കെട്ടിയിട്ടുണ്ട് ഈ ജനലിൻ്റെ ഹൈറ്റ് വരെ കിട്ടും. അത് വരുന്നത് നേരത്തെ വരുന്ന ഒരു 11.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ടൈലോ അല്ലെങ്കിൽ വുഡിൻ്റെ പ്ലാറ്റ്ഫോമോ എന്താണെന്ന് വെച്ചാൽ വന്നാൽ തന്നെ നമുക്ക് ഇതേപോലെ കാലൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ ചാരി ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത് പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം. അപ്പം നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സേഫ്റ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്കൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം ജനലിൻ്റെ അതേ സേഫ്റ്റി തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ ഇവിടെ ബെൽറ്റ് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ തേച്ച് കവറാവും. അപ്പോൾ അവിടെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തേച്ച ഇതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ തേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ എൻഡ് വരെക്ക് വരും. ഇതിങ്ങനെ ചെരിച്ചിട്ടാണ് തേക്ക് കേട്ടോ, അല്ലാതെ സ്ക്വയറിൽ ഇങ്ങനെ തേക്കില്ല. അങ്ങനെ തേക്കണം എന്നുള്ളവർക്ക് തേക്കാം. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വീതി ഒരുപാട് വരും. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം ഭംഗി അത്രയ്ക്ക് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീതി വന്നു കഴിഞ്ഞാൽ കാണാൻ ഷോ ഉണ്ടാവില്ല. നമുക്ക് വീതി വേണ്ടവർക്ക് വീതി എടുത്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ടോട്ടൽ വരുന്ന 4 റിങ്ങാണ്. 3 റിങ്ങും ഇതേപോലെ തന്നെയാണ്. 3 റിങ്ങും ഇതേപോലെ തന്നെയാണ്. ഒരു റിങ് മാത്രമാണ് ചെറുത് അവിടെ വരുന്നത് കേട്ടോ. അത് 4 അടിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തെ സൈഡ് കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ തേച്ച് കവർ ചെയ്താണ് കേട്ടോ. താഴ്ഭാഗത്തെ തേച്ച് കവർ ചെയ്ത് വെച്ചപ്പോൾ ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഫുള്ള് കവർ തേച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടുന്ന് വൈഡായിട്ട് കൂടെ തേച്ചിരിക്കുന്നത്. ഇതിങ്ങനെ തേച്ച് കറക്റ്റ് വാട്ടർ ലെവലാക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വീതിയാവും. അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കാണാൻ നല്ല ലുക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതും തേച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം കുറച്ച് കയറി നിൽക്കും. ഈ ഭാഗത്തിൽ ഇതേപോലെ തന്നെ വരും കേട്ടോ. അപ്പോൾ റിംഗ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്ത് നിൽക്കും കേട്ടോ. അങ്ങനെ മറ്റേത് പറഞ്ഞാൽ മൊത്തത്തിലാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വട്ടത്തിൻ്റെ റൗണ്ട് നമുക്ക് ഇവിടെ കിട്ടില്ല. ഈ റൗണ്ട് ഉണ്ടോ, ഇത് കിട്ടില്ല. ഇനി ഇവിടുന്ന് പ്ലാറ്റ്ഫോം അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ റൗണ്ടും കിട്ടും. കാണാൻ മൊത്തം ഇതുണ്ടാവും. ഇതിൻ്റെ അടിയിൽ വുഡാണ് വരിക കേട്ടോ. ഈ സൈഡ് മൊത്തം വുഡാണ് വരിക. വേണ്ടവർക്ക് ടൈൽ ഒട്ടിക്കുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഭാഗം ഇങ്ങനെ വരുന്നത്. ഈ പുറത്തെ ഏരിയ ഇവിടെ അതേപോലെ തന്നെ 1 സൈഡ് ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇവിടെ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ. ഇവിടെ ഫിക്സഡ് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ആ സൈഡ് ഇപ്പോൾ അവിടെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അതേപോലെ തന്നെ ഇതിൻ്റെ പുറം സൈഡ് നമുക്ക് തേക്കാം കേട്ടോ. ഞാൻ പുറം ഭാഗം കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ അതിൻ്റെ പുറം സൈഡാണ്. പുറം സൈഡ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോലെ ഇവിടെ കനം വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് 4.5 ഇഞ്ച് വന്നിട്ടുണ്ട്. അതായത് 12 സെൻറ്റ് വന്നിട്ട് തേപ്പ് വേണം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് വരുന്ന വീതി നല്ല അത്യാവശ്യം ഉണ്ട്. ബോർഡർ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ 12 ഇഞ്ചോളം 12 സെൻറ്റോളം നമുക്ക് ആ വീതി വന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഇതിനെ കുറച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ റിങ് ഉള്ളിലേക്ക് കയറ്റി കയറി കഴിഞ്ഞാൽ നിലവിലിപ്പോൾ നിൽക്കുന്നത് 2.5 ഇഞ്ചോളം പുറത്തേക്ക് തള്ളിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കയറ്റി വെക്കാം. അപ്പോൾ അവിടെ മിനിമം ഒരു 2 ഇഞ്ച് തള്ളിച്ച വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് തള്ളിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തേപ്പാനും കൂടി വരുമ്പോൾ 1 ഇഞ്ച് കറക്റ്റാവും. ബായി പറയുന്നത് എല്ലാം സെയിം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരേ അളവാണ്, സെയിം അളവാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആളാണ് ഇത് തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തേക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം ഒരേപോലെ കിട്ടും വേണം. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആൾക്കാർ ഇത് വേണം തേക്കാം കേട്ടോ. അവിടെ തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തേക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് അവർക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ പുട്ടി കൂടി ഇട്ട് കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് തേക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ തേക്കണം. വെറുതെ കണ്ട് തേച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ലെവലാക്കണം. ഇപ്പോൾ ഇവർക്ക് തേക്കാൻ വന്നത് ഇവർ റിങ് മൊത്തം ഈ പറഞ്ഞ പോലെ 6 അടിയുടെ റിങ് തേച്ച് ഫൈനൽ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം 2 ദിവസം വന്നു കേട്ടോ, രണ്ടാളും പാടെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫിനിഷിംഗ് ഉണ്ട്. അത്ര നല്ല ഫിനിഷിങ്ങിലാണ് തേച്ചിരിക്കുന്നത്. ഒരു വൃത്തിയോടൊന്നുമില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ തേച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 13 ഇഞ്ച് 14 ഇഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഭാഗം ഹാളായതുകൊണ്ട് ബെഡ്റൂം അല്ലെങ്കിൽ ഹാളായല്ലോ.
ഇതിപ്പോൾ സിറ്റിംഗ് ഹാളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹൈറ്റ് നിങ്ങളനുസരിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കട്ടെ. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കാം. ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് കല വിരിച്ചിട്ടാണ് ഈ റിങ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് 6 ഇഞ്ചിൻ്റെ റിംഗ് ആണ്. ഇതിനും വലിയ റിങ് വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഏരിയ കുറച്ച് ഈ കാണുന്ന ഭാഗത്തേക്ക് 6 ഇഞ്ചാണ് ഏറ്റവും നല്ല ഭംഗി. കാരണം ഒരുപാട് വലിപ്പമുള്ള കുറഞ്ഞ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ വന്ന് ടൈലല്ല ഇത് വുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേജിലൊരു വീഡിയോ കൂടി ഞാൻ ഇടാം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിലെന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.